ഹായ് ഡിയർ പേരൻസ്, ഞങ്ങളെ ഇൻലൈറ്റ് ക്ലിനിക്കും ഇപ്പോൾ യാറത്ത് വന്നോണ്ടുള്ള ഒരു കേസായിട്ടിരിക്കുന്നത്. അങ്ങ് 9th തോല് സ്കൂളിൽ പോയിട്ടിരിക്കാറ് മക്ക. 9th പിന്നെ SLCക്ക് അങ്ങ് ട്രൈ ആക്കിയിട്ടിരിക്കാറ്. കുറേ അങ്ങ് 2 വട്ട 3 വട്ട എക്സാം അത് ഇതെല്ലാം എഴുതിട്ടിരിക്കാറ്. ബട്ട് അതിൽ എല്ലാം അങ്ങ് ಸೋತಿಟ್ಟಿಕ್ಕಿರಾರು. ಕಾರಣ ಅಂಕ್ ಎಲ್ದೋಗು ಓದೋಗು ಗೊತ್ತಿಲ್ಲದ ಕಾರಣ ಕೊಂಡಿಟ್ಟು ಅಂಕ ಆ എക്സാമിൽ അങ്ങനെ പെർഫോമൻസ് കാട്ടുകാവാത്ത കാരണം കൊണ്ടിട്ടു. അപ്പം അങ്ങനെ കുറേ ഏജും ഇപ്പം സാധാരണ പോണിട്ട് 28ക്കോ 22ക്കോ 24ക്കോ അത് ഏത് വർഷത്തങ്ങും ചമ്മ ഞങ്ങളിവിടെ ഇപ്പോൾ യാറത്ത് കേസസ് ബണ്ടത് യാറത്തത് അങ്ങനെ ആയതുകൊണ്ടിട്ടിരിക്കുന്നതാണ് ഈ വീഡിയോ ഒക്കെ. അപ്പം അങ്ങനത്തെ കുറേ സങ്കടപ്പെട്ട് കിടക്കറെ. സോ നിങ്ങളിപ്പോൾ പെൺമക്കായെങ്കിൽ അങ്ങനെ മങ്ങിലത്തെ ഏജ് ആയിട്ട് ഈ വീക്ക്നെസ് നമുക്ക് ചൊല്ലുകയല്ല ചൊല്ലാണ്ടിക്കുകയല്ല. അപ്പം അങ്ങനെ സങ്കടപ്പെടുന്ന കുറേ പേരൻസ് അല്ലിക്കറാറ്. അപ്പം ആ പേരൻസിനൊട്ടിക്ക് നക്ക് റിക്വസ്റ്റ് ആക്കുകയില്ലേ, നിങ്ങൾ നിയർ ബൈ ആയിട്ടുള്ള നല്ല ഒരു സൈക്കോളജിസ്റ്റ്, അതും ചൈൽഡ് സ്പെഷ്യലൈസ് ആയിട്ടുള്ള ഒരാളെ കണ്ടിട്ട് ഇതിൻ്റെ പ്രോബ്ലംസ് എന്തിട്ട് അണ്ടർസ്റ്റാൻഡിങ് ആക്കിയിട്ട് അതുക്കുള്ള സൊല്യൂഷന് ഉണ്ട്. അപ്പം ആ ഒരു സൊല്യൂഷന് കൊടുത്തെങ്കിൽ ഈ മുത്തുമക്കൾക്കും നല്ല ഒരു ലൈഫ് കിട്ടും. അതല്ലെങ്കിൽ ഈ മുത്തുമക്കളെ ഉൽഗത്തിൽ എപ്പം ഈ ഒരു സങ്കടമായിട്ടിരിക്കും. നക്ക് ಎಲ್ದೋಗೊಂತಿಲ್ಲಲ್ಲೇ, ನಕ್ಕೆ ಓದೋಗೊಂತಿಲ್ಲಲ್ಲೇ, ನಕ್ಕೆ ಮೊಬೈಲ್ ಟೈಪ್ ಹಾಕೋಗೊಂತಿಲ್ಲಲ್ಲೇ, ನಕ್ಕೆ ಮೊಬೈಲ್ ಬಂದ ಮೆಸೇಜ್ ಬಾಯ್ಕೋಗೊಂತಿಲ್ಲಲ್ಲೇ. ഈ വീക്ക്നെസ്, ഈ പെയിന് അങ്ങനെ ഉൽഗത്തിൽ എപ്പം മുക്കര കാരണം കൊണ്ടിട്ടു ഇങ്ങ ഈ ആൽമാറുള്ള ജാഗ്യക്ക് ആൽമാരൊട്ടിಗೆ ಯಾರು ഇടപെടുകയോ അത് ഇത് എല്ലാം ബാക്ക് ചാറുവാറ്. അപ്പം അങ്ങനത്തെ ആ സങ്കടപ്പെടുറെ ഏത് പേരൻസ് എന്നെങ്കിൽ പോലും ಅದರ ಸೊಲ್ಯೂಷನ್ ಭಾಗತ್ತಿಗೆ ನಿಮಗೆ ಚಿಂತನೆ ಹಾಕೋರು, ಅದಕ್ಕೆ ಪರಿಹಾರ ಉಂಡು. ಬಾಯ್.